അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കൽ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അപ്പാർട്ട്മെന്റ് കണ്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഏജന്റ് അടുത്ത അപ്പാർട്ട്മെന്റ് കൊണ്ടുപോയി. ആ അപ്പാർട്ട്മെന്റ് എവിടെയാ വരുന്നത്? നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത്. ഇയാൾക്ക് പിന്നെ ആദ്യമേ 2 അപ്പാർട്ട്മെന്റ് ഒരുമിച്ച് കാണിച്ചു. ഇപ്പൊ രണ്ടാമത്തെ അപ്പാർട്ട്മെന്റ് നമുക്ക് ഇഷ്ടാവുകയും ചെയ്ത് പൈസ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അത് തരത്തില്ല എന്നും പറഞ്ഞു. ആകെപ്പാടെ കുഴപ്പമായി. ഇതിപ്പം കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്ന പോലെ. അങ്ങനെ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മൂന്നാമത്തെ അപ്പാർട്ട്മെന്റ് കാണാൻ പോയി. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഗൈസ് നമ്മളുടെ അപ്പാർട്ട്മെന്റ് വരുന്നത്. 5th ഫ്ലോറിലാണ്. എന്താ ആ ഫോൺ വിളിച്ചേക്കുന്ന ആളെ കണ്ടോ? അയാളാണ് നമ്മളുടെ ഓണർ. പിന്നെ ഈ ഒരു ഏരിയയിലാണ് അധികം എന്റെ കാര്യം താമസിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറമെ പൊടിയൊക്കെ ആണെങ്കിലും ഉള്ളില് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി 5ാമത്തെ നിലയിലെത്തി. ഇനി കാണുന്ന ഒരു അപ്പാർട്ട്മെന്റും ഇഷ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നത് നമ്മളെ ഇഷ്ടാക്കിയ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ഗൈസ്. 2ാമത്തെ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ബ്യൂട്ടി ഇതിന് വരുന്നില്ലെങ്കിലും കൂടുതൽ സൗകര്യവും കൂടുതൽ സ്പേസും ഈ ഒരു അപ്പാർട്ട്മെന്റിനാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ അപ്പാർട്ട്മെന്റ് ഇഷ്ടമായി. അതുകൊണ്ട് നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് അങ്ങ് എടുത്തു. അതെ, $280 കൊടുത്ത് നമ്മൾ ഈ അപ്പാർട്ട്മെന്റ് 4 വർഷത്തേക്ക് സ്വന്താക്കി. അങ്ങനെ അപ്പം തന്നെ പൈസ കൊടുത്ത് നമ്മൾ എഗ്രിമെന്റ് അങ്ങ് സെറ്റ്. അറിയാലോ, എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണ്. അങ്ങനെ ഈ അപ്പാർട്ട്മെന്റ് എടുത്തു തന്ന നമ്മളുടെ ഏജന്റിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റ് സീരീസ് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.